ഇന്ന് എന്ന് വെച്ചാൽ 2026 ജനുവരി 15 വൈകുന്നേരം 6 മണിയോടുകൂടി ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പ്രത്യക്ഷപ്പെട്ടു. തടയിട്ട് മുഖ്യമന്ത്രി. അതാണ് വാചകം. ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ആദ്യ വാചകം. തടയിട്ട് മുഖ്യമന്ത്രി. എന്തിനാണ് തടയിട്ടത്? കേരള കോൺഗ്രസ് എം UDF-ലേക്ക് പോകുന്നതിനെ തടയിട്ടത് മുഖ്യമന്ത്രിയാണ്. റോഷി അഗസ്റ്റിനുമായി മുഖ്യമന്ത്രി സംസാരിച്ചു. LDF വിടരുത് എന്ന് ആവശ്യപ്പെട്ടു. പാർട്ടി പിളർന്നാലും LDF-നോടൊപ്പം നിൽക്കുമെന്ന് റോഷി അഗസ്റ്റിൻ മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകി. പ്രൊഫസർ N. ജയരാജ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ MLA ആണ്. അദ്ദേഹവും റോഷി അഗസ്റ്റിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. പാർട്ടി പിളരുമെന്ന് വന്നപ്പോഴാണ് മുന്നണി വിടാതിരുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. ഇതാണ് ബ്രേക്കിംഗ് വാർത്ത. ഇന്നത്തെ പ്രധാന പത്രങ്ങൾ എന്ന് വെച്ചാൽ മലയാള മനോരമ, അതിൽ ഒന്നാം പേജിൽ താഴെ ഒരു വാർത്തയുണ്ട്. പ്രചാരണം തള്ളിയും സസ്പെൻസ് നിലനിർത്തിയും ജോസ് കെ മാണി. ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപനം. ജോസ് കെ മാണിയുടെ ഒരു ചിത്രവും കൂടി കൊടുത്തിട്ടുണ്ട്. 9-ാം പേജിലേക്ക് വരുമ്പോൾ ബഹുവിശേഷമാണ്. ഉറപ്പിലും ഉദ്യോഗം. കേരള കോൺഗ്രസ് എം നീക്കങ്ങൾ ഉറ്റുനോക്കി അണികൾ. സഭകളുടെ സമ്മർദ്ദമുണ്ടെന്ന് പ്രമോദ് നാരായണൻ. ഞങ്ങളെ ഓർത്ത് ആരും കരയേണ്ട. ബൈബിൾ വചനം ഉദ്ധരിച്ച് ജോസ്. സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് 86 പേർ. പാല ഉറപ്പിക്കാൻ രംഗത്തിറങ്ങി മാണി സി കപ്പൻ. ജോസ് കെ മാണിയുമായി സംസാരിച്ച് CPM വിട്ടുപോകില്ലെന്ന് വിശ്വാസം. UDF വിപുലീകരണം ചർച്ച നടന്നിട്ടില്ലെന്ന് KC വേണുഗോപാൽ. എന്ന് വെച്ചാൽ 9-ാം പേജിൻ്റെ 90% കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അപ്പോഴും ഒന്നാം വാർത്ത MLA-മാരെ ആശങ്കയിലാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ച വോട്ട് എന്നാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ MLA-മാർ ആശങ്കയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ച മണ്ഡലങ്ങളിൽ UDF-നാണ് ലീഡ്. അത് വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട് MLA-മാരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. അതേസമയം മാതൃഭൂമി നോക്കിയാലോ, അതിലാണ് അതിനേക്കാളും വലിയ വിശേഷം. 1-ാം പേജിൽ ഒന്നാം വാർത്ത. ഇടതുമുന്നണി വിടില്ലെന്ന് ആവർത്തിച്ച് ജോസ് കെ മാണി. തുടരും വിസ്മയം ബാക്കി. ഞങ്ങൾ എവിടെയോ അവിടെ ഭരണം. എന്താണ് ഒന്നാം തലക്കെട്ട്? തുടരും വിസ്മയം ബാക്കി. മാതൃഭൂമിയുടെ അകത്തെ പേജിലേക്ക് പോയാലും നിരവധി വാർത്തകൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഉണ്ട്. 7-ാം പേജിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത, മുന്നണി മാറ്റം വഴിമുട്ടി. ആ ബൈബിൾ വാക്യത്തിലുണ്ടോ മറ്റൊരു ധ്വനി? അതാണ് ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു ബൈബിൾ വാക്യം ഉദ്ധരിച്ചിരുന്നു. അതിൽ മറ്റൊരു ധ്വനിയുണ്ട് എന്നാണ് മാതൃഭൂമി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ വാർത്തകൾ ജോസ് കെ മാണിയെ ചുറ്റിപ്പറ്റി കുറച്ച് ദിവസമായി ഇങ്ങനെ നടന്നു വരികയാണ്. ആരാണ് വാർത്തകൾ സൃഷ്ടിച്ചത്? ആ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് ചോദിച്ചു മാധ്യമങ്ങളോട്, നിങ്ങളല്ലേ വാർത്തയുണ്ടാക്കിയത്, നിങ്ങൾ തന്നെ മറുപടി പറയൂ എന്ന്. ഞങ്ങളൊന്നും അറിയില്ല, ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. ഇതാണ് ഇപ്പോൾ UDF കൺവീനർ പറയുന്നത്. അത്തരമൊരു ചർച്ചയേ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ UDF-ന്റെ മറ്റു നേതാക്കളെ കണ്ടാലോ, ഇതേ അഭിപ്രായമാണ്. രമേശ് ചെന്നിത്തലയും ഇതേ അഭിപ്രായം പറയുന്നു, ചർച്ച നടത്തിയിട്ടില്ല. രമേശ് ചെന്നിത്തല മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. LDF-ൽ നിൽക്കുന്ന ഒരു കക്ഷിയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ്. KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു ചർച്ചയും നടന്നിട്ടില്ല, അത്തരമൊരു നീക്കവും നടന്നിട്ടില്ല. സോണിയാഗാന്ധി വിളിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആരാണ് ഇതൊക്കെ വാർത്തയായി കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഈ വിവരം എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുന്നു. എന്ന് വെച്ചാൽ ആരാണ് വാർത്ത സൃഷ്ടിച്ചത്? നമ്മുടെ മാധ്യമങ്ങൾ. ആർക്കു വേണ്ടി? UDF-ന് വേണ്ടി. ആരാണ് അതിന് പിന്നിൽ? കോൺഗ്രസിൻ്റെ PR ഏജൻസി. കോൺഗ്രസിൻ്റെ PR ഏജൻസി, സുനിൽ കനോകുലു നേതൃത്വം കൊടുക്കുന്ന PR ഏജൻസി ഇട്ടുകൊടുക്കുന്ന വാർത്തകൾ, ചെറിയ കഷ്ണങ്ങൾ അത് വെച്ച് വാർത്ത ചമയ്ക്കുകയാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകർക്ക് ക്ലാസ് എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമല്ല. പക്ഷെ എന്ത് ചെയ്യാം? എന്തൊരു നാണം കെട്ട രീതിയാണ് നടക്കുന്നത് എന്നോർക്കണം. എവിടെ നിന്നാണ് വാർത്ത വരുന്നത്? ആരാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ആരാണ് കൈയൊഴിയുന്നത്?
ആകെ പറയാനുള്ളത് വി ഡി സതീശൻ പറഞ്ഞ വിസ്മയമാണ്. എല്ലാം ഒത്തുവരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, സുനിൽ ഗരോകുലും വി ഡി സതീശനും ചേർന്നുണ്ടാക്കിയ ഒരു കഥയാണ് ഇതൊക്കെ. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെ ഉണ്ടാക്കിയ ഒരു കഥ. അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അണികളിൽ ആശങ്കയുണ്ടാക്കണം. ആ ആശങ്ക UDF അനുകൂലമായി മാറും. ആകെ ഒരു അങ്കലാപ്പ്, അപ്പുറമാണോ ഇപ്പുറമാണോ എന്നറിയാത്ത അങ്കലാപ്പ് ഉണ്ടാക്കണം. ആ അങ്കലാപ്പിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കഴിയുമോ? ഇതാണ് നോക്കിയത് കേരളത്തിലെ മാധ്യമങ്ങൾ. എന്തൊരു ജാഗ്രത, എന്തൊരു സ്നേഹമാണ് UDFനോട്. UDFിൻ്റെ ഘടക കക്ഷികളുണ്ട്. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ജോസഫ്, RSP, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തവരുണ്ട്. 9 or 10 കക്ഷികളുണ്ട്. ഏറ്റവും ഒടുവിൽ PV അൻവറും വന്ന് ചേർന്നിട്ടുണ്ട് UDFിൽ. അവർക്കൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ അവരെക്കാളും ഉത്തരവാദിത്വം കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ്, മാധ്യമപ്രവർത്തകർക്കാണ്. കിട്ടുന്ന എന്തും വാർത്തയാക്കുന്ന ഈ രീതി. അവസാനം തടിയൂരാൻ ഇതുപോലെ ഭിന്നത തുടരുന്നു. പറഞ്ഞതിൽ ധ്വനി എന്നൊക്കെ പറഞ്ഞ് മുന്നണി മാറ്റം വഴിമുട്ടി എന്ന് വെച്ചാൽ മാറാൻ തയ്യാറായി നിൽക്കാൻ വഴിമുട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തടയിട്ടു എന്നാണ്. അതിലെന്താണ് തെറ്റ്? LDFിലെ ഒരു കക്ഷി LDF വിടാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. സ്വാഭാവികമായും മുഖ്യമന്ത്രി സംസാരിക്കില്ലേ? CPIM സംസ്ഥാന സെക്രട്ടറി സംസാരിക്കില്ലേ? LDFിലെ മറ്റ് പ്രധാന ഘടകകക്ഷി നേതാക്കൾ ഏത് കക്ഷിയാണോ മുന്നണി വിടാൻ പോകുന്നത് അതിൻ്റെ നേതാക്കളുമായി ചർച്ച നടത്തില്ലേ? എന്താണ് പ്രശ്നം, നമുക്ക് പരിഹരിക്കാം എന്ന് പറയില്ലേ? അതൊക്കെ സ്വാഭാവികമല്ലേ? മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ? ഇതൊന്നും അറിയാത്തവരാണോ നമ്മുടെ മാധ്യമപ്രവർത്തകർ? അറിയാത്തവരാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ചെറുപ്പക്കാരാണ്. അവർക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം, മുന്നണിയുടെ രാഷ്ട്രീയം, മുന്നണി ബന്ധങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് അത്ര വലിയ ധാരണയില്ല എന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ ഒരിക്കലും നമ്മുടെ മാധ്യമപ്രവർത്തകർ അടിച്ചുവിടില്ല. പക്ഷേ ഫീൽഡിൽ പോകുന്ന ചെറുപ്പക്കാരാണ്. പക്ഷേ ഡെസ്കിലിരിക്കുന്നവരോ, പത്രങ്ങളുടെ ഡെസ്കിലിരിക്കുന്ന മുതിർന്ന നേതാക്കളുണ്ട്, അവരോ? പക്ഷെ അവരാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അവരാണ് UDFിലെ ഘടകകക്ഷി. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വിസ്മയം മാധ്യമപ്രവർത്തകരും VD സതീശനും ഒക്കെ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ ആ വിസ്മയം തകർന്നു വീണ നിരാശയിൽ ഇപ്പോൾ അതും ഇതും വിളിച്ചു പറയുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ.